17-ാം ശതകത്തിന്റെ ആരംഭത്തിൽ തിരുമുല്ലൈ ദേശം ഭരിച്ചിരുന്ന രാജാവിന്റെ പേര് നെടുമ്മാറവർമ്മൻ എന്നായിരുന്നു. തിരുമുല്ലൈ ദേശത്തിന്റെ ഭാഗമായിരുന്നു അന്ന് നമ്മുടെ അല്ലൂർ. സുന്ദരമായ ഗ്രാമം. അവിടെയാണ് മാർക്കണ്ഡേയനും ഭാര്യ വള്ളിയും പാർത്തിരുന്നത്. കൃഷിയായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. കൊയ്ത്തുത്സവം കഴിഞ്ഞാൽ പിന്നെ നാടുവാഴിയുടെ വരവായി. വിളവിന്റെ പാതി രാജാവിന് അവകാശപ്പെട്ടതാണ്. വിളവ് കുറഞ്ഞാൽ ശിക്ഷയെന്നോണം ആ ആണ്ടിൽ 1/4 പങ്ക് രാജാവ് കൊണ്ടുപോകും. വിളവ് കുറഞ്ഞ ആണ്ടായിരുന്നു അത്. ദേശവാസികളെ, രാജാവെങ്കിലേക്ക് ഒടുക്കേണ്ട നെൽപ്പട്ടത്തിൽ കഴിഞ്ഞ ആണ്ടിലെ പോലെ ഈ ആണ്ടിലും കുറവ് സംഭവിച്ചിരിക്കുന്നു. വരുന്ന ആണ്ടും രാജഭോഗത്തിൽ വീഴ്ച വരുത്തുന്ന പക്ഷം എല്ലാവരെയും പിടിച്ചു കെട്ടി അടിമച്ചന്തയിൽ വിൽക്കാനാണ് മഹാരാജാവ് തിരുമനസിന്റെ കൽപ്പന. അങ്ങനെയിരിക്കെ അവിടെ പാണ്ഡ്യപ്പൻ എന്ന ഒരു തുണി വിൽപ്പനക്കാരൻ വന്നു ചേർന്നു. സുന്ദരനും കരുത്തനുമായിരുന്നു അയാൾ. അയാൾക്ക് വള്ളിയിൽ ഒരു മോഹമുദിച്ചു. ഇതിപ്പോ 1-2 തവണയായി ഞാൻ പറയാതിരുന്നതാ. ആ പരദേശിയെ ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. അവർ തമ്മിൽ ഘോരമായ മല്ലയുദ്ധം തുടങ്ങി. പക്ഷേ മാർക്കണ്ഡേയൻ അറിയില്ലായിരുന്നു തന്റെ കൈകൊണ്ട് മരിച്ചത് തിരുമുല്ലൈ ദേശത്തെ രാജകുമാരനായിരുന്നു എന്ന്. നാട് കാണാൻ ഇറങ്ങിയ മകൻ കൊല്ലപ്പെട്ട വിവരം നെടുമ്മാറവർമ്മൻ അറിഞ്ഞു. അടുത്ത കിരീടാവകാശിയാണ് ഒരു ഗ്രാമീണന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത്. അവനാരായാലും പിടിക്കപ്പെടണം. അവനെയും അവന്റെ കുടുംബത്തെയും പൊതുജന മധ്യത്തിൽ വെച്ച് ചിത്രവധം നടത്തണം. അവനെ പിന്തുണയ്ക്കുന്നവരാരായാലും അവരെ ചുട്ടരിക്കണം. ഓ, ആജ്ഞ നിറവേറ്റ്. പടവരുന്ന വിവരം അല്ലൂർ ദേശക്കാരറിഞ്ഞു. അവർ നാട്ടുകൂട്ടം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. വള്ളിയും മാർക്കണ്ഡേയനും നാട് വിട്ടുപോകും. മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ വള്ളിയും മാർക്കണ്ഡേയനും ആ നാട് വിട്ട് മറ്റെങ്ങോട്ടോ യാത്രയായി. വള്ളിയെയും മാർക്കണ്ഡേയനെയും കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ അവർ ആ ദേശം ചുട്ടുചാമ്പലാക്കി.
കാട്ടിലൂടെ വടക്കൻ ദേശങ്ങൾ ലക്ഷ്യമിട്ട് യാത്ര തുടർന്ന മാർക്കണ്ഡേയനെയും വള്ളിയെയും കാത്തിരുന്നത് മറ്റൊരു സമസ്യയായിരുന്നു. മാർക്കണ്ഡേയൻ എന്ന പോരാളിയുടെ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. ആ കഥയാണ് ഇനി പറയുന്നത്.